എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി. ബാങ്ക് ലയനം. എങ്ങനെയാണ് ബാങ്ക് ലയനം നടപ്പിലാക്കുന്നത്? എന്താണ് ബാങ്ക് ലയനം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്? എന്തൊക്കെ വെല്ലുവിളികളാണ് ബാങ്ക് ലയനം മൂലം സംഭവിക്കുന്നത് എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാര്യക്ഷമത, മത്സരശേഷി, സ്ഥിരത എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ബാങ്കുകളെ കൂടുതൽ മത്സരക്ഷമതയുള്ളവരാക്കാൻ സഹായിക്കുന്ന സുപ്രധാന സംഭവങ്ങളാണ് ബാങ്ക് ലയനങ്ങൾ. സമീപകാലത്ത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി പ്രാധാന്യമർഹിക്കുന്ന ലയനങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു ലയനം പലപ്പോഴും ഒരു സ്ഥാപനത്തെ പുനർനിർമ്മിക്കുകയും ഭാഗ്യത്തിൽ മാറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രധാന സംഭവമാണ്. ബാങ്കുകൾ തമ്മിലുള്ള ലയനമാകുമ്പോൾ അത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. അടുത്തിടെ ബാങ്ക് ലയനങ്ങൾ കൂടുതൽ സാധാരണമായി തീർന്നിരിക്കുന്നു. എന്താണ് ബാങ്ക് ലയനം? രണ്ടോ അതിലധികമോ ബാങ്കുകൾ ഒരു സ്ഥാപനമായി സംയോജിപ്പിക്കുന്ന ഒരു കോർപ്പറേറ്റ് പുനഃസംഘടനാ പ്രക്രിയയാണ് ബാങ്ക് ലയനം. സാധാരണയായി ഈ ഏകീകരണ പ്രക്രിയ പലപ്പോഴും ഒരു വലിയ ബാങ്ക് ചെറിയ ബാങ്കുകളെ ആഗിരണം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. ലയിക്കുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള നിയമപരവും സാമ്പത്തികവും പ്രവർത്തനപരവുമായ സംയോജനങ്ങൾ ഉൾപ്പെടുന്ന വളരെ സങ്കീർണമായ പ്രക്രിയകളാണ് ബാങ്ക് ലയനങ്ങൾ. ബാങ്ക് ലയനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത്, സ്കെയിലിൻ്റെ സമ്പദ് വ്യവസ്ഥകൾ. ബാങ്ക് ലയനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് വിശാലമായ ഉപഭോക്തൃ അടിത്തറയിലേക്ക് ചെലവ് വ്യാപിപ്പിക്കുക, അനാവശ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക, പ്രക്രിയകൾ കാര്യക്ഷമമാക്കുക എന്നിവയിലൂടെയുള്ള വലിയ തോതിലുള്ള സമ്പദ് വ്യവസ്ഥ കൈവരിക്കുക എന്നതാണ്. ഇത് പലപ്പോഴും ഗണ്യമായ ചെലവ് ലഭിക്കുന്നതിനും മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയ്ക്കും കാരണമാകുന്നു. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച ലാഭത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തേത്, മെച്ചപ്പെടുത്തിയ റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു ബാങ്ക് ലയനം കൂടുതൽ വലുതും വൈവിധ്യപൂർണവുമായ ഒരു ബാങ്കിനെ സൃഷ്ടിക്കുന്നു. അത് വിവിധ ബിസിനസ് അപകട സാധ്യതകൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ കൂടുതൽ കഴിവുള്ളതും മികച്ച രീതിയിൽ സജ്ജീകരിക്കുന്നതുമാണ്. മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി. ഒരു ബാങ്ക് ലയനം ഒന്നിലധികം ബാങ്കുകളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഒരു സ്ഥാപനത്തിലേക്ക് ഏകീകരിക്കുന്നു. വർദ്ധിച്ച മൂലധനത്തോടെ ലയിച്ച സ്ഥാപനത്തിന് അതിൻ്റെ വിപണി സ്ഥാനം മെച്ചപ്പെടുത്താനും നിയന്ത്രണ ആവശ്യകതകൾ നിറവേറ്റാനും വായ്പാശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. നാലാമത്തേത്, മെച്ചപ്പെടുത്തിയ റിസ്ക് മാനേജ്മെൻറ്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബാങ്ക് ലയനം കൂടുതൽ വലുതും വൈവിധ്യപൂർണവുമായ ഒരു ബാങ്കിനെയാണ് സൃഷ്ടിക്കുന്നത്. അത് വിവിധ ബിസിനസ് അപകട സാധ്യതകൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ കൂടുതൽ മികച്ച രീതിയിൽ സജ്ജീകരിക്കാവുന്നതുമാണ്.
ബിസിനസ് വിപുലീകരണം. പരമ്പരാഗതമായ രീതിയെ അപേക്ഷിച്ച് ലയിച്ച സ്ഥാപനത്തിന് പുതിയ ഭൂമിശാസ്ത്രപരമായ വിപണികളിലേക്കും ഉപഭോക്തൃ വിഭാഗങ്ങളിലേക്കും വളരെ വേഗത്തിൽ പ്രവേശിക്കാൻ ഒരു ബാങ്ക് ലയനം സഹായിക്കുന്നു. സാധാരണയായി ഇതിനെ ഗണ്യമായ സമയം, പണം, പരിശ്രമം എന്നിവ ആവശ്യമാണ്. ആറാമത്തേത് ഉൽപ്പന്ന ഓഫറുകൾ. ബാങ്കുകൾ ലയിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം അവരുടെ ഉൽപ്പന്ന വാഗ്ദാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ലയിച്ച സ്ഥാപനത്തിന് ഉപഭോക്താക്കൾക്ക് വിപുലമായ സാമ്പത്തിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യാൻ കഴിയും. ഇത് അവരുടെ അപകട സാധ്യതകൾ വൈവിധ്യവൽക്കരിക്കുകയും വരുമാന ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഏഴാമത്തേത് സാങ്കേതിക പുരോഗതി. ലയിച്ച സ്ഥാപനത്തിന് നൂതന സാങ്കേതിക വിദ്യയിലേക്കും ഡിജിറ്റൽ ബാങ്കിംഗ് കഴിവുകളിലേക്കും പ്രവേശനം നൽകാൻ ബാങ്ക് ലയനം സഹായിക്കും. അതുവഴി നൂതന ബാങ്കിംഗ് പരിഹാരങ്ങൾ നൽകുന്നതിലൂടെ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്താനും കഴിയും. എട്ടാമത്തേത് വർദ്ധിച്ച മത്സരശേഷി. മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ബാങ്കുകൾ തമ്മിലുള്ള ലയനം നടത്തുന്നത്. ലയിപ്പിച്ച സ്ഥാപനം പലപ്പോഴും വലുതും ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകളും ഉള്ളതിനാൽ ആഭ്യന്തര ആഗോള സാമ്പത്തിക വിപണികളിൽ മത്സരിക്കാൻ അതിന് മെച്ചപ്പെട്ട സ്ഥാനമുണ്ടാകാം. ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ, പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ബാങ്ക് ലയനം എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ഈ പരിപാടിയുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ വെല്ലുവിളികളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം. ചില പ്രധാന വെല്ലുവിളികളുടെ ഹ്രസ്വമായ ഒരു അവലോകനത്തിലേക്കാണ് നാം ഇനി കടന്നു ചെല്ലാനായി പോകുന്നത്. അതിലാദ്യത്തേത് റെഗുലേറ്ററി അംഗീകാരം. ഒരു ബാങ്ക് ലയനം നടക്കണമെങ്കിൽ ഒന്നിലധികം നിയന്ത്രണ അധികാരികളിൽ നിന്ന്, പ്രത്യേകിച്ച് റിസർവ് ബാങ്കിൽ നിന്ന് അനുമതി ആവശ്യമാണ്. മത്സരവിരുദ്ധ നിയമങ്ങളും മറ്റ് സാമ്പത്തിക നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കർശനമായ നിയന്ത്രണ പരിശോധന നടത്തുന്നത് സമയമെടുക്കുന്നതും ചിലവേറിയതുമാണ്. രണ്ടാമത്തേത് ബ്രാഞ്ച് അടച്ചുപൂട്ടലുകൾ. ഒരു ബാങ്ക് ലയനം, പ്രത്യേകിച്ച് ഒരേ ഭൂമിശാസ്ത്രപരമായ സാന്നിധ്യമുള്ള രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ളത്, ബ്രാഞ്ച് നെറ്റ്വർക്കുകൾ ഓവർലാപ്പ് ചെയ്യുന്നതിന് കാരണമാകും. ഓവർലാപ്പ് ചെയ്യുന്ന അത്തരം ശാഖകളുടെ ഏകീകരണം അടച്ചുപൂട്ടലിലേക്ക് നയിച്ചേക്കാം. ഇത് ഉപഭോക്താക്കളെയും ജീവനക്കാരെയും ഒരുപോലെ ബാധിക്കും. മൂന്നാമത്തേത് സാങ്കേതിക സംയോജനം. വ്യത്യസ്ത ബാങ്കുകളുടെ സാങ്കേതിക വിദ്യകളുടെ സംയോജനം, പ്രത്യേകിച്ച് അവ ഒരേ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവിശ്വസനീയമാം വിധം സങ്കീർണമാകാം. പൂർത്തിയാക്കാൻ ഗണ്യമായ സമയമെടുത്തേക്കാം. നാലാമത്തേത് പ്രവർത്തന തടസ്സങ്ങൾ. ഒരു ബാങ്ക് ലയനത്തിന് പലപ്പോഴും സമയമെടുക്കും. ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സംയോജന സമയത്ത് താൽക്കാലിക പ്രവർത്തന സേവന തടസ്സങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. ഈ തടസ്സങ്ങൾ ചെലവേറിയതായി തെളിയിക്കപ്പെടുകയും വേഗത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉപഭോക്തൃ അസംതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തേക്കാം. സാംസ്കാരിക സംയോജനം. ഒരു ബാങ്ക് ലയനത്തിൽ സാങ്കേതിക വിദ്യകളുടെയും സാമ്പത്തിക സ്രോതസ്സുകളുടെയും സംയോജനം മാത്രമല്ല, സംഘടനാ സംസ്കാരങ്ങളുടെയും സംയോജനവും ഉൾപ്പെടുന്നു.
രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളെ സംയോജിപ്പിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. മാത്രമല്ല, ജീവനക്കാരുടെ അതൃപ്തിക്ക് പോലും ഇത് കാരണമായേക്കാം. നിലവിൽ ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ട് പതിവ് ചോദ്യങ്ങൾ സാധാരണമാണ്. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യത്തേത്, ബാങ്കുകൾ ലയിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാങ്കുകൾ ലയിക്കുന്നതിനുള്ള ചില പ്രധാന കാരണങ്ങൾ അവയുടെ വിപണി വ്യാപ്തി വർദ്ധിപ്പിക്കുക, ചെലവുകൾ കുറയ്ക്കുക, പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, മൂലധന കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുക, ഉൽപ്പന്ന സേവന വാഗ്ദാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ്. രണ്ടാമത്തെ ചോദ്യം, ബാങ്ക് ലയനം ഉപഭോക്താക്കളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ബാങ്ക് ലയനങ്ങൾ സാധാരണയായി ഉപഭോക്താക്കളെ പോസിറ്റീവായി തന്നെ സ്വാധീനിക്കുന്നു. അവർക്ക് വിശാലമായ ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും പ്രവേശനം നൽകുന്നതിനോടൊപ്പം തന്നെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുടെയും വിശാലമായ ബ്രാഞ്ച് ശൃംഖലയുടെയും പ്രവേശനം നൽകുന്നതിലൂടെയും ചെയ്യുന്നു. എന്നിരുന്നാലും നിബന്ധനകളിലെ മാറ്റങ്ങൾ, ബ്രാഞ്ച് അടച്ചുപൂട്ടലുകൾ അല്ലെങ്കിൽ താൽക്കാലിക സേവന തടസ്സങ്ങൾ പോലുള്ള ചില ദോഷങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടതായി വന്നേക്കാം. മൂന്നാമത്തെ ചോദ്യം, ബാങ്ക് ലയനങ്ങൾ എല്ലായ്പ്പോഴും വിജയകരമാണോ? അതിനൊരു ഉത്തരം കൃത്യമായി നമുക്ക് പറയാനായി സാധിക്കില്ല. ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ബാങ്ക് ലയനങ്ങൾ എല്ലായ്പ്പോഴും വിജയിച്ചേക്കില്ല. അമിത മൂല്യനിർണ്ണയം, നിയന്ത്രണ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഉപഭോക്താക്കളെ നിലനിർത്താനുള്ള കഴിവില്ലായ്മ എന്നിവ കാരണം ചില ലയനങ്ങളെല്ലാം പരാജയപ്പെട്ടേക്കാം. ഒരു ബാങ്ക് ലയനത്തിൻ്റെ വിജയം പലപ്പോഴും സാംസ്കാരിക സംയോജനം, സാങ്കേതിക അനുയോജ്യത, സ്ഥാപനങ്ങൾ തമ്മിലുള്ള സിനർജികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് തുടങ്ങിയ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ബാങ്ക് ലയനം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാവുമോ? അതിനുത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം ബാങ്ക് ലയനങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ള സ്ഥാപനങ്ങളെ സൃഷ്ടിച്ച് വായ്പാ ശേഷിയും സാമ്പത്തിക മാന്ദ്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നു. ശക്തമായ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ പലപ്പോഴും ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെയാണ്. ബാങ്ക് ലയനം എന്ന ആശയം പുതിയതാണോ? ഇല്ല, ഒരിക്കലും ബാങ്ക് ലയനം എന്ന ആശയം പുതിയതോ അല്ലെങ്കിൽ നൂതനമോ അല്ല. ബാങ്ക് ലയനങ്ങൾ പുതിയ കാര്യമല്ല. വാസ്തവത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ നിരവധി ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ലയനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും രാജ്യത്ത് ശക്തവും സുസ്ഥിരവുമായൊരു ബാങ്കിംഗ് രംഗം സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങൾ കാരണം ലയനങ്ങളുടെ ആവൃത്തി അടുത്തിടെ വർദ്ധിച്ചു. ഏവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി ഉടനെ വരാം. വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Anyway, thank you for watching.